വെൽക്കം ടു ഐവാസി പ്രിന്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു മുട്ട ബജിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് സവാളയാണ്. ഞാനൊരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ കനമില്ലാണ്ട് അരിഞ്ഞു വെച്ചതാട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് പച്ചമുളകാണ്. ഞാൻ ഒരു വലിയ പച്ചമുളക് ഇതുപോലെ റൗണ്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിലോട്ട് വേണ്ടത് മുട്ടയാണ്. ഞാൻ ഇവിടെ പുഴുങ്ങി വെച്ചതാണ്. ഉപ്പും കൂടി ഇട്ടിട്ട് പുഴുങ്ങി വെച്ച മുട്ടനെ ഒരു മുട്ടനെ 4 പീസാക്കി കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. 4 മുട്ടയ്ക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതിലോട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. മൈദപ്പൊടിനെക്കാട്ടി നമ്മൾ കൂടുതൽ എടുക്കുന്നത് അരിപ്പൊടിയാട്ടോ. ഇനി നമുക്കിതിനൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 ടേബിൾ സ്പൂൺ അതുപോലെ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫുള്ളായിട്ട് എടുക്കുക. അപ്പം 4 മുട്ടയ്ക്ക് കറക്റ്റ് ആയിരിക്കും ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലോട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളൊരു ഇത്തിരി ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു നന്നായി ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത്. ഇത്തിരി എടുത്താൽ മതി, 1/4 ടീസ്പൂൺ ഒന്നും വേണ്ട, ഒരു ഇത്തിരി. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവണം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കിതുപോലെ ഒരു പാനിലോട്ട് നമ്മുടെ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നന്നായി ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. ചൂടായി വരുമ്പോൾ നമുക്കിതുപോലെ മുട്ടനെ നന്നായിട്ട് ഈ ബാറ്ററിൽ കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചു കോരാട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തിക്കായിട്ടുള്ള ബാറ്റർ ആയാലേ ഇതുപോലെ കോട്ടായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ മുട്ടയുടെ മേലെ ഇതുപോലെ കോട്ടായിട്ട് വരില്ല. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ക്രിസ്പി ആയിട്ടുള്ള മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്